ഹായ് ഓൾ, ഞാൻ ഇന്ന് FHSA എന്ന് പറയുന്ന അക്കൗണ്ടിനെ കുറിച്ചൊരു ഡിസ്കഷൻ ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ്. FHSA എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഹോം സേവിങ്സ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ 2022 അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയെങ്കിലും 2023 ഇൻ എഫക്റ്റിലേക്ക് ഈ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാനഡയിൽ വീട് ഇതുവരെ മേടിക്കാത്ത ആളുകൾക്ക് ടാക്സ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ട് പൈസ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിലവിലെ രജിസ്റ്റേർഡ് അക്കൗണ്ട്സിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ട് കാനഡയിലുള്ള കനേഡിയൻ റെസിഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടുകളെന്ന് പറയുന്നത് ഈ പറയുന്ന രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാൻ, ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്, രജിസ്റ്റേർഡ് എഡ്യൂക്കേഷണൽ സേവിങ്സ് പ്ലാൻ. ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയതായിട്ട് 2023 ഏപ്രിലിൽ ഇൻ എഫക്റ്റിലേക്ക് വന്ന ഈ പറയുന്ന ഫസ്റ്റ് ടൈം ഹോം സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ RRSPയും FHSAയുമാണ് ഒരു ഹോം പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് അക്കൗണ്ടുകൾ. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ടാക്സ് ഡിഡക്റ്റബിൾ അക്കൗണ്ട്സ് ആണ്. ടാക്സ് ഡിഡക്റ്റബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലണ്ടർ ഇയർ സാലറിയിൽ നിന്നും ഈ പറയുന്ന കോൺട്രിബ്യൂഷൻസ് ഡിഡക്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 100,000 ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ടോട്ടലായിട്ട് RRSPയിലേക്ക് നമുക്ക് ഇടാൻ സാധിക്കുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെ 18%, FHSAയിലേക്ക് ഇടാൻ സാധിക്കുന്നത് $8,000 അപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ടോട്ടൽ $18,000 പ്ലസ് ഈ പറയുന്ന $8,000 കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഇൻ ടോട്ടൽ $26,000 രജിസ്റ്റേർഡ് അക്കൗണ്ടുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ സാഹചര്യത്തിൽ $26,000 നിങ്ങൾ അടച്ച ടാക്സ് ഗവൺമെൻറ് നമുക്ക് തിരിച്ചു തരുന്നൊരു സിനാരിയോ ആണ് ടാക്സ് ഡിഡക്റ്റബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ഹോം പ്ലാനിങ്ങിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് ഈ പറയുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ FHSAനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഹോം സേവിങ്സ് അക്കൗണ്ട് ടോട്ടലായിട്ട് ഓരോ വർഷവും പൈൽഡപ്പായി വരുന്നത് $8,000 ടോട്ടൽ 5 വർഷം കൊണ്ട് $40,000 നിങ്ങൾക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 5 വർഷത്തിനിടയിൽ $40,000 കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഈ പറയുന്ന $40,000 നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടുന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്നൊരു ഭാഗം തന്നെയാണ്. ഇനി ഇതിൽ വിഡ്രോവൽസ് എന്ന് പറയുന്നത് ഹോം ബൈയിങ് പർപ്പസിനാണ് നമുക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിപ്പോൾ വീട് മേടിക്കാനായിട്ട് നിലവിൽ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് FHSA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്ത് നിങ്ങൾ വീട് പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അക്കൗണ്ടുകൾ നിങ്ങളുടെ ലോക്ക്ഡ് ഇൻ അക്കൗണ്ടിലേക്കോ രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാനിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഈ പറയുന്ന FHSA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാത്തവർ ഇത് തുറക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ FHSAയുടെ കാര്യത്തിൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇതിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് FHSAയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പെർ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫിന് $8,000 ഈച്ച് എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ റൂം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിങ്ങളൊരു വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ FHSA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. മുന്നോട്ട് പോകുമ്പോൾ FHSA അക്കൗണ്ടുകളിലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ഓഫ് ടൈം വരെയും നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2023 അക്കൗണ്ട് ഇനീഷ്യലി ഓപ്പൺ ആയത്. അന്നത്തെ പീരീഡ് തൊട്ട് ഓൾമോസ്റ്റ് 2028 ഏകദേശം 15 വർഷം എഹെഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2028 എന്ന് പറയുന്ന 5 വർഷം പ്ലസ് 10 2038 വരെയാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. 2038 അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു വീട് മേടിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന രജിസ്റ്റേർഡ് അക്കൗണ്ടുകൾ നിങ്ങളുടെ പേഴ്സണൽ RRSPയിലേക്ക് മാറ്റേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ 15 വർഷമാണ് ഹോൾഡിംഗ് ഔട്ട് പീരീഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി FHSA പോലെ തന്നെ ഒരു കാര്യമാണ് TFSA എന്ന് പറയുന്നത്. അപ്പോൾ TFSAയിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഗ്രോത്ത് ആണ് TFSAയ്ക്ക് വരുന്നത്. അപ്പോൾ സെയിം പ്രിവിലേജും ഈ പറയുന്ന FHSAയ്ക്കുമുണ്ട്. FHSAയിൽ വരുന്ന വളർച്ചയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ടാക്സ് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് FHSA എന്ന് പറയുന്ന അക്കൗണ്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് TFSA ആൻഡ്
RRSP. TFSAയുടെ ഈ ഒരു അഡ്വാൻറ്റേജും FHSA അക്കൗണ്ടുകളിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ വായിക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് ഈ ഇൻഫർമേഷൻസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത്, പീരിയോഡിക് കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ ലംസം ഡെപ്പോസിറ്റ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പൈസ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഒരു ക്ലയൻ്റ് എന്ന നിലയിൽ ഇതിലേറ്റവും കൂടുതൽ ക്ലയൻറ്റ് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഫണ്ടുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെപ്പറ്റി പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഗ്യാദർ ചെയ്ത് വയ്ക്കുക. കാരണം അൾട്ടിമേറ്റ്ലി $8,000 വെച്ച് നിങ്ങളൊരു ഇയറിൽ മാറ്റി വയ്ക്കുമ്പോൾ അതിന് എത്ര പലിശ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഭാഗമാണ് നിങ്ങൾ ആ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? അൺലൈക്ക് TFSA ആൻഡ് RRSP കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി പേ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ നോക്കുക. അപ്പോൾ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയൊരു പിക്ചർ കിട്ടിയെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റുകൾക്കായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക്